കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ബലാത്സംഗ കൊലപാതകത്തിനിരയായ സംഭവത്തിൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ വീണ്ടും പോലീസ് അന്വേഷിക്കുന്നു. അവർ അതിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 25 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഇരയുടെ പേരും ചിത്രവും പങ്കുവെച്ചെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. അക്കൗണ്ടുകളിൽ പലതും വിദേശത്തു നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. നിതിൻ എമ്പൂഞ്ഞൻ ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. നിതിൻ, യഥാർത്ഥത്തിൽ ഈ കർക്കശമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നു എന്നാണോ നമുക്ക് മനസ്സിലാകുന്നത്? SKN സുപ്രീം കോടതിയുടെ അടക്കം ഇടപെടലെ തുടർന്നാണ് പോലീസ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇരയുടെ മാതാപിതാക്കൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിൽ ഇരയുടെ പേരും ചിത്രവും വെളിപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പോലീസ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 25 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കാണ് ഇത്തരമൊരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. ചില IP അഡ്രസ്സുകൾ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചും മറ്റ് പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിലയിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘം സംബന്ധിച്ച് ഇപ്പോൾ ആശയക്കുഴപ്പമുണ്ട്. എന്തായാലും ഇപ്പോൾ അന്വേഷണമായി മുന്നോട്ട് പോകുന്നുണ്ട്. വൈകാതെ തന്നെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കും. ലാൽ ബസാർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ നോട്ടീസ് അയച്ചവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓഗസ്റ്റ് 9 രാജ്യത്തെ ഞെട്ടിച്ച കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ഈ കേസ് CBI ആണ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മാതാപിതാക്കളുടെ അടക്കം പരാതിയിൽ സുപ്രീം കോടതി അടക്കം നേരത്തെ ഇടപെടൽ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 25 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് ഈ ഇരയുടെ ചിത്രവും അതോടൊപ്പം തന്നെ പേരുവരും വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സംഭവത്തിന് പിന്നാലെ തന്നെ RG കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടേഴ്സ് പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അതിനുശേഷം സർക്കാർ ചില ഉറപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന് ആരോപിച്ചപ്പോൾ വീണ്ടും ഡോക്ടേഴ്സ് ഇപ്പോൾ സമരത്തിന് ഒരുങ്ങുകയാണ്. അത്തരം സമരം ശക്തമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ജൂനിയർ ഡോക്ടേഴ്സിന്റെ അടക്കം തീരുമാനം. SKN. ഓക്കെ, നിതിൻ എമ്പൂഞ്ഞനാണ് വിവരങ്ങൾ നൽകിയത്.